ഈശോയിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. പ്രത്യേക ദൗത്യം നൽകി ഈശോ 12 അപ്പസ്തോലന്മാരെ ഇസ്രായേലിലേക്ക് അയക്കുകയാണ്. കർത്താവിൻ്റെ ദൗത്യം പൂർണ്ണമായിട്ടും സ്വീകരിച്ച് സുവിശേഷം പ്രസംഗിച്ച് രോഗശാന്തി നൽകുന്ന രംഗമാണ് നമ്മൾ കാണുക. 3 കാര്യങ്ങൾ ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരും. എങ്ങനെയാണ് ശിഷ്യനായിരിക്കേണ്ടത്, ശിഷ്യയായിരിക്കേണ്ടത്, നമ്മുടെ ശിഷ്യത്വ ശൈലി എപ്രകാരം നമ്മൾ രൂപീകരിക്കണം, വാർത്തെടുക്കണം എന്നാണ് ഈശോ നമ്മൾ ഇന്ന് പഠിപ്പിക്കുക. ഒന്നാമത്തേത്, ഈശോ പറയുകയാണ്, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. ഈ ലോകത്തിൻ്റെ സുരക്ഷിതത്വം വേണ്ട എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കുക, സഹോദരനിൽ ആശ്രയിക്കാൻ പഠിക്കുക. നിൻ്റെ പ്രേക്ഷിത ദൗത്യത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ദൈവം നല്ല മനുഷ്യരിലൂടെ ഒരുക്കും എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക. കർത്താവ് നേരിട്ടെല്ലാം കൊണ്ടുവന്ന് ഒരുക്കി തന്ന് നിന്നെ മുന്നോട്ട് നയിക്കുകയല്ല, പക്ഷേ നല്ല മനുഷ്യരിലൂടെ, ഉദാരമനസ്കരായ മനുഷ്യരിലൂടെ കർത്താവ് നിനക്ക് ആവശ്യമായതൊക്കെ പ്രൊവൈഡ് ചെയ്യും, നൽകും എന്നുള്ള വലിയ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് മാനുഷിക സുരക്ഷിതത്വത്തിൽ ആശ്രയിക്കുന്നവരുടെ എണ്ണം, അത് തേടുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഭൗതികമായ സുരക്ഷിതത്വം, സ്വത്തും സമ്പത്തും ഒക്കെ വേണം, എന്നാലാണ് സുവിശേഷം മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ള വെറും മാനുഷികമായ ലൗകികമായ കാഴ്ചപ്പാടാണ് പലപ്പോഴും നമുക്കുള്ളത്. പണമുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും പേടിക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇടവകയുടെ പ്രവർത്തനത്തിന് പണമാണ് ഏറ്റവും ആവശ്യം എന്ന് കരുതുന്നവർ തീർച്ചയായിട്ടുമുണ്ട്. സാമ്പത്തിക സുരക്ഷിതത്വമില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്നവർ മറുഭാഗത്തുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നത് ഈ സുരക്ഷിതത്വം അത് നോക്കാതെ അധ്വാനിക്കാനാണ്. പലപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. മധ്യകാലഘട്ടത്തിൽ സഭയ്ക്ക് ഉണ്ടായ ഒരു അപജയം അതുതന്നെയാണ്. ബാഹ്യമായ ആഡംബരങ്ങളിലും കെട്ടിടത്തിൻ്റെ മൂടിയിലും പണത്തിലുമൊക്കെ ആശ്രയിക്കാൻ ഇടവന്നപ്പോൾ ആധ്യാത്മിക ജീവിതം തളർന്നുപോയി. ദൈവത്തിൻ്റെ അരൂപിയുടെ പ്രവർത്തനം മന്ദീഭവിച്ചു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനം, അരൂപിയുടെ പ്രവർത്തനം മന്ദീഭവിക്കുകയല്ല, പക്ഷേ ആ അരൂപിക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ മനുഷ്യർ ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് കർത്താവ് പറയുന്നത് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം കാണിച്ചു തരുന്ന വഴികളിലൂടെ മുന്നോട്ട് പോവുക എന്നാണ്. സുവിശേഷം വായിച്ച് ധ്യാനിക്കുമ്പോൾ രണ്ടാമത് നമ്മൾ കാണുക ഈശോയുടെ വാക്കുകളാണ്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. ജനങ്ങളുടെ ജീവിതവുമായി പ്രേക്ഷിതനുണ്ടാകേണ്ട ആഴമായ ബന്ധത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ശിഷ്യൻ മാറണം. സമൂഹം തരുന്ന അപ്പവും വീടും പങ്കിടണം. മറ്റ് രീതിയിൽ സ്വന്തം സ്വാസ്ഥതയ്ക്ക് വേണ്ടി ജീവിക്കരുത്. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അയിത്തം പാടില്ല, രക്തശുദ്ധിക്ക് പ്രാധാന്യമില്ല, പാരമ്പര്യം നോക്കുന്നില്ല. ഏറ്റവും പ്രധാനമായിരിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ നമ്മുടെ ജീവിതശൈലി ഇപ്രകാരം കമ്മ്യൂണിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കണം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള ബാഹ്യമായ മാനുഷികമായ ശുദ്ധിയോ അല്ലെങ്കിൽ ശ്രേഷ്ഠതയോ അല്ല, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാനുള്ള ആ മനസ്സാണ്. അങ്ങനെയുള്ളവർക്കാണ് പ്രേക്ഷിതനാകാൻ സാധിക്കുക. ഇന്നത്തെ ലേഖനത്തിൽ, റോമാലേഖനം 15-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ താൻ എങ്ങനെ വിജാതിയരുടെ അപ്പസ്തോലനായി എന്ന് ശ്ലീഹ വിവരിക്കുന്നുണ്ട്. 18-ഉം 19-ഉം വാക്യങ്ങൾ ഈ വിജാതിയുടെ അനുസരണം നേടിയെടുക്കേണ്ടതിനെ വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല.
ഈശോയുമായുള്ള ബന്ധം, ദൈവവുമായുള്ള ബന്ധം, അതാണ് പരമപ്രധാനം. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് വലിയ കടമയുണ്ട്. അതിന് മറ്റുള്ള മാനുഷികമായ ചിന്താഗതികളും പാരമ്പര്യങ്ങളും നമ്മെ പിറകോട്ട് പിടിച്ചു വലിക്കാൻ പാടില്ല എന്ന് കർത്താവ് നമുക്ക് വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് തരികയാണ്. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക, ഈശോ സകല പിശാചുക്കളുടെയും മേൽ സ്ലീഹന്മാർക്ക് അധികാരം നൽകി എന്ന വസ്തുതയാണ്. ഒപ്പം തന്നെ രോഗങ്ങൾ സുഖപ്പെടുത്താൻ അവർക്ക് പ്രത്യേകമായ ദൗത്യം നൽകി എന്നതാണ്. സമൂഹത്തിൽ മുറിവേറ്റവരുണ്ട്, രോഗികളായിരിക്കുന്നവരുണ്ട്, പൈശാചിക സ്വാധീനത്തിൽപ്പെട്ടവരുണ്ട്. അവരെയെല്ലാം സുഖപ്പെടുത്തണം, അവരെയെല്ലാം സ്വീകരിക്കണം, അവരെയെല്ലാം ഉൾക്കൊള്ളണം. സമൂഹത്തിൽ വേർതിരിവ് പാടില്ല. സമൂഹം ഒരുപക്ഷെ ഇപ്രകാരം മുറിവേറ്റവരുടെ കൂടെ സമൂഹമാണ്, സഭ അപ്രകാരം ഉള്ളവരുടേതു കൂടെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും സഭയെ ഉപമിക്കുന്നത് ഫീൽഡ് ഹോസ്പിറ്റൽ ആയിട്ടാണ്. യുദ്ധരംഗത്തും മുറിവേറ്റവരെ കൊണ്ടുവരുന്ന ഫീൽഡ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ സഭയിൽ മുറിവേറ്റവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, അവർക്കും ആശ്വാസമാകുന്ന, അവർക്കും ഇത് ഞങ്ങളുടെ ഭവനമാണ് എന്ന് മനസ്സിലാക്കാൻ, ഏറ്റുപറയാൻ പറ്റുന്ന ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു അവസ്ഥ, ആ ഒരു ഹോം ഫീലിംഗ്, കമ്മ്യൂണിറ്റി ഫീലിംഗ് നമ്മുടെ പ്രവർത്തന ശൈലി ഉണ്ടാകണം. കമ്മ്യൂണിറ്റി ഛിന്നഭിന്നമാകരുത്. അവിടെ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ചു കൊണ്ടുപോകാനുള്ള മനസ്സും മനോഭാവവും ഉണ്ടാകണം. അതാണ് യേശുവിൻ്റെ ശിഷ്യത്വ ശൈലി നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഈ തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ക്രൈസ്തവ ജീവിത ശൈലി, ശിഷ്യത്വ ശൈലി എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രബോധനങ്ങളുടെ അല്ലെങ്കിൽ നിയമാനുഷ്ഠാനത്തിൻ്റെ ഒരു സമാഹാരമല്ല, ഒരു ജീവിത ശൈലിയാണ്. പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാൻ, സഹോദരങ്ങളിൽ ആശ്രയിക്കാൻ, പ്രത്യേകമായി ആരെയും മാറ്റി നിർത്താതിരിക്കാൻ, ഏതെങ്കിലും ശുദ്ധിയുടെ പേരിൽ, പാരമ്പര്യത്തിൻ്റെ പേരിൽ ആരെയും മാറ്റി നിർത്താതിരിക്കാൻ, അതുപോലെ തന്നെ എല്ലാവർക്കും കടന്നു വരാൻ, മുറിവേറ്റവനും കഷ്ടപ്പാട് സഹിക്കുന്നവനും തെറ്റിദ്ധരിക്കപ്പെട്ടവനും ഒക്കെ കടന്നു വരാൻ പറ്റുന്ന മനോഹരമായൊരു ഭവനമായി തീരണം സഭ എന്നുള്ള വലിയ സത്യം കൂടി ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതശൈലി, ക്രൈസ്തവ ജീവിതശൈലിയെ വിലയിരുത്തുകയും നമ്മുടെ പോരായ്മകൾ നമുക്ക് തിരുത്തുകയും ചെയ്യാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.